ഏതാനും ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു കാസർഗോട്ടെ ഒരു കോളേജിൽ അനധികൃതമായിട്ട് 200 കോടിയിലധികം രൂപ വന്നു. 220 കോടി രൂപ കുണിയ കോളേജ്, കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിന്നീട് നടപടിക്രമം പേരിയയിലുള്ള കോളേജ്. പേരിയ ഓർക്കുന്നില്ല, കൃപേഷും ശരത്ലാലിനെ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊന്ന സ്ഥലം. അവിടെയാണ് ഈ കോളേജ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി 220 കോടി രൂപ, ചെറിയ തുകയൊന്നുമില്ല, വിദേശത്തു നിന്ന് ഈ കോളേജിലേക്ക് വന്നു. അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞ FCRA ചട്ടങ്ങൾ ലംഘിച്ച് ആണ് ഈ പണം വന്നത്. അതുകൊണ്ടാണ് സംശയത്തിൻ്റെ നിഴലിൽ വരികയും ED റെയ്ഡ് നടത്തുകയും ചെയ്തു. റെയ്ഡ് നടത്തിയപ്പോൾ കോളേജിലേക്ക് പണം വന്നിട്ടുണ്ട്, 220 കോടി രൂപ വന്നിട്ടുണ്ട്. അതാണ് നമ്മളന്ന് വാർത്ത ചർച്ച ചെയ്തത്. ഇതിനുശേഷം കാസർഗോഡ് ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യം നമ്മളും പിന്നീട് ജനൻ TVയുമാണ് ഈ വാർത്ത ആകെ ടേക്കപ്പ് ചെയ്തത്. അത് തന്നെ സംശയാസ്പദമാണ്. കാരണം ഒരു ഇസ്ലാമിക ട്രസ്റ്റ് നടത്തുന്ന കുഞ്ഞം അഹമ്മദ് മുസലിയാർ മെമ്മോറിയൽ ട്രസ്റ്റ് നടത്തുന്ന സ്ഥാപനം, അതിന് വലിയ തോതിൽ 220 കോടി രൂപ ഒരു സിംഗിൾ പേഴ്സൻ്റെ കയ്യിൽ നിന്ന്, ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമായിട്ട് വരുന്നു. ഇത് എന്ത് തരത്തിൽ ഉപയോഗിക്കാനാണെന്നൊന്നും പറഞ്ഞില്ല. കോളേജിൻ്റെ പേരിലേക്ക് ഫണ്ട് വന്നു. അത് സംബന്ധിച്ച് മലയാള മനോരമയുടെ ഓൺലൈൻ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാണ്. ഇപ്പോൾ അങ്ങനത്തെ ശീലമുണ്ട്. ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു രീതിയാണ്, വാർത്ത കൊടുത്തോ, കൊടുത്തു, എവിടെ കൊടുത്തു, ഓൺലൈനിൽ കൊടുത്തു, പത്രത്തിൽ കൊടുക്കില്ല, ചാനലിൽ കൊടുക്കത്തില്ല. കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തു, ഓൺലൈനിൽ കൊടുത്തു. എന്നിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പിൻവലിക്കുകയും ചെയ്യും. പിന്നെ ആരും കാണത്തുമില്ല. പത്രത്തിൽ വന്ന രേഖയായി. പത്രത്തിൽ വന്ന ഈ ഓൺലൈനൊക്കെ വായിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്നും വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൊടുത്തിട്ട് വേറെയുണ്ട്, ഞങ്ങൾ ഓൺലൈനിൽ കൊടുത്തു കേട്ടോ, നാളെ ചാനലിലും പത്രത്തിലും കൊടുക്കും, കൊടുക്കാതിരിക്കണമെങ്കിൽ പരസ്യമായി മതി, അങ്ങനെയോ രഹസ്യമായ മേശക്കടിവഴിയായാലും മതി, അങ്ങനെ ഉണ്ടാവാം. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന അഡ്വർടൈസ്മെന്റ് ആയിട്ടും വരാമല്ലോ. അത് മാത്രമല്ല ഉദ്ദേശിച്ചത്. ഏതായാലും ഇത്തരം ചില ഡീലിങ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഒന്ന്, സാമ്പത്തികമായ ഗുണം ഉണ്ടാകുന്ന ഏർപ്പാടായിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങളുടെ വായനക്കാർ, ഇത് മുഴുവൻ വായനക്കാർക്ക് പരിക്ക് പറ്റുന്ന, ദോഷമുണ്ടാകുന്ന വാർത്തയാണെങ്കിൽ. എന്നെ കഴിഞ്ഞ ദിവസം ഈ പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ വിളിച്ചു, കൂട്ടത്തിൽ പറഞ്ഞപ്പോഴാണ്. നമ്മുടെ ആ കോതമംഗലത്ത് ലവ് ജിഹാദ് കേസിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയെ മുസ്ലിം സോനയെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ അടച്ചിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ട് കുട്ടി ആത്മഹത്യയില്ലേ? ആ വാർത്ത എന്നെ വിളിച്ചിട്ട് പറയുന്ന ആൾ പറയാണ്, പത്തനംതിട്ടക്കാരനായ ഒരു ക്രൈസ്തവ സഹോദരനാണ്. എന്നെ വിളിച്ചിട്ട് പറയാണ്, ഈ മനോരമ എന്ത് പരിപാടി കളിക്കുന്നത്, ഈ വാർത്ത ഇന്ന് പത്തനംതിട്ട കൊടുത്തിട്ടില്ല, മനോരമ ഇന്ന് വാർത്തയെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എറണാകുളത്തെ എഡിഷനിലുണ്ട്. അവിടുത്തെ എഡിഷൻ വന്നപ്പോൾ ഇല്ല, അവിടുത്തെ എഡിഷൻ ഇല്ല. പത്തനംതിട്ട കോതമംഗലം ഉള്ളതുകൊണ്ട് എറണാകുളത്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് എറണാകുളത്ത് കൊടുത്തു, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊടുത്ത് ഒരു സമുദായത്തെ മുറിപ്പെടുത്തണ്ട. മനോരമയുടെ തന്നെ ഒരു ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തക പറഞ്ഞു, ഓർക്കുന്നില്ലേ, ഞങ്ങൾ ഈ പല വാർത്തകളും കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങളത് കൊടുക്കാത്തത് സംഘപരിവാറിന് കരുത്തുണ്ടാകുമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ കൊടുക്കാത്തതാണ്. ഇതാണ് മാധ്യമ പ്രവർത്തനം. അപ്പോൾ ഈ കുണിയ കോളേജിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുണിയ കോളേജിൻ്റെ ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം എൻ്റെ കാസർഗോഡ് നിന്ന് ഒരുപാട് പേര് വിളിച്ചു. കാസർഗോഡ് നിന്ന് ഒരാൾ വിളിച്ച്, ഞാൻ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു. വന്നു കഴിഞ്ഞ് ഞാൻ അതിലേ പോകുമ്പോഴേ ഒരു വലിയ കൊട്ടാരം പോലത്തെ ഒരു സാധനം, ഇതെന്താ സംഭവം നോക്കിയപ്പോഴാണ് ഇത് കോളേജ് എന്നറിഞ്ഞത്. എത്ര പെട്ടെന്നാണ് ഒരു മാജിക് പാൻറ് കൊണ്ട് ഈ മുതുകാടൊക്കെ വന്നിട്ട് ഇങ്ങനെ വീശുമ്പോൾ ഓരോ സാധനം ഉണ്ടായി വരുമല്ലോ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രദേശത്ത് വളരെ പെട്ടെന്ന് പൊന്തി വന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം. നാട്ടിലുള്ള വിദ്യാർത്ഥികളൊന്നും അവിടെ കാര്യമായിട്ട് പഠിക്കുന്നത് അറിയില്ല. ഇത് നമ്മുടെ ചില പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞ കാര്യമാണ്, നമുക്ക് നേരിട്ട് ബോധ്യമുള്ളൂ. ഞാൻ അവിടെ പോയിട്ടില്ല, കാസർഗോഡ് വരെ ഒന്ന് പോയി വരിക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്, അല്ലേ? എത്ര ദൂരമാണ്. ഒന്നാമതും ഈ കേരളത്തിലെ സർക്കാരുകളും ഭരണകൂടവും രാഷ്ട്രീയക്കാരും ഏറ്റവും കൂടുതൽ അവഗണിച്ചിരിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. അങ്ങോട്ടൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയോ അതുപോലത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പോകാറ് പോലുമില്ല. അവർക്ക് ഏറ്റവും അടുത്ത മംഗലാപുരം സിറ്റിയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് കർണാടകയുടെ ഒരു ഭാഗം പോലെ ജീവിക്കുന്ന, എന്തിനും കർണാടകയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്നൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ടില്ല. അവിടെ നിന്നുള്ള ആളുകൾ വിളിച്ചു പറയുന്നതാണ്, ഈ കോളേജിൽ പഠിക്കാൻ സ്ഥലവാസികളായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. കേരളത്തിന് പുറത്തുള്ള ആളുകൾ, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണത്രേ, എല്ലാവരും എത്രേ പറയുമല്ലോ, അത് നമുക്കും അത്രേ ആണത്രേ അവിടെ പഠിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ ചില പ്രത്യേക ട്രെയിനിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ പട്ടാളത്തിൽ ചേരാൻ,
സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള ട്രെയിനിങ്, ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പട്ടാളത്തിലൊക്കെ ചേരാൻ ആൾ വരട്ടെ. പ്രത്യേകിച്ച് ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ പൊതുവിൽ പട്ടാളത്തിൽ കുറവാണ് കേരളത്തിലല്ലേ. അതെ. ഇനിയിപ്പം പട്ടാളത്തിലും നമ്മുടെ പിടി വേണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നല്ല കാര്യം. രാജ്യസ്നേഹം ഉണ്ടാവുമല്ലോ. ഉണ്ടാകുമെങ്കിൽ ഒരുപാട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ധീര ദേശാഭിമാനികളായ ജവാന്മാർ ഉള്ള നാടാണ് നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നും ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലുണ്ട്. മനേക് ഷായെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പട്ടാളത്തിൽ ഉന്നത പദവിയിലെത്തിയ വീരന്മാരായ മുസ്ലിം സമുദായത്തിൽ പറഞ്ഞ സൈനികരെക്കുറിച്ചുള്ള പാഠങ്ങൾ ദേശീയ സിലബസിൽ ഉൾപ്പെടുത്താൻ പോവാം, സൈന്യത്തെക്കുറിച്ചുള്ള പാഠങ്ങളിൽ. അപ്പോൾ അങ്ങനെ വരട്ടെ. പക്ഷേ ഇത് കൂണിയ കോളേജിൽ ഈ ഫണ്ട് വന്നിരിക്കുന്നത് UAE ഒരു വ്യവസായിയായിട്ട് ഇബ്രാഹിം അഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാളാണ് ഈ പണം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ യൂണിവേഴ്സൽ ലൂബ്രിക്കൻസ് LLC എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. യൂണിവേഴ്സൽ ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എണ്ണ റിഫൈൻ ചെയ്യുന്ന എണ്ണയുമായി ബന്ധപ്പെട്ടൊരു കമ്പനിയാണ്, ലൂബ്രിക്കൻസ് ഉണ്ടാക്കുന്ന ഓയിൽ കമ്പനി എന്നാണ് പറയുന്നത്. എന്തുമാവട്ടെ, അദ്ദേഹം അങ്ങനെ UAE ഒരു വലിയ വ്യവസായ സ്ഥാപനം നടത്തുന്ന ആളാണ്. അദ്ദേഹമാണ് 220 കോടി രൂപ ഈ കോളേജിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഈ കൂണിയക്കാരനാണെന്ന് പറയുന്നത്. കൂണിയ പ്രദേശത്ത് തൻ്റെ ജന്മനാട്ടിൽ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായി വരാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഈ സംഭാവന എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും ഇങ്ങനെ സംഭാവന കൊടുക്കുന്നതിന് രാജ്യത്ത് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാതെ എന്തുകൊണ്ട് ഈ പണം അയച്ചു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനകത്ത് ഈ ഖത്തറിൽ നിന്നൊക്കെ വരുന്ന പല ഫണ്ടും സംശയാസ്പദമായ ഫണ്ടായിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അത് തീവ്രവാദ പ്രവർത്തനത്തിന് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് പോകുന്നുണ്ടോ, ഇങ്ങനെ പല സംശയങ്ങളും ഇത്തരം ഫണ്ടിനെ സംബന്ധിച്ചുണ്ട്. ഈ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇവിടെ മതം മാറ്റാൻ വേണ്ടിയിട്ട് വലിയ തുക ഇങ്ങോട്ട് അയക്കുന്നുണ്ട് എന്ന് നേരത്തെ നമ്മുടെ ഒരു സംഭാഷണത്തിൽ നമ്മുടെ AP അഹമ്മദ് മാഷ് പറഞ്ഞിരുന്നു. അതായത് മാധവിക്കുട്ടിയെ മതം മാറ്റി കമലാ സുരയ്യ ആക്കിയ ആ വിദ്വാന് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം ലഭിച്ചു എന്ന്. കാരണം അങ്ങനെ ഒരു അറിയപ്പെടുന്ന വിദേശ ഫണ്ട്, ഇത് മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു ഫണ്ട് അറബി രാജ്യങ്ങളിൽ പലതിനും ഉണ്ട്. അങ്ങനെ വന്ന ഫണ്ടാണോ? അതല്ലെങ്കിൽ ഇപ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഫണ്ടുകളുടെയൊക്കെ വഴി അടഞ്ഞിട്ടുണ്ട്. വഴി അടഞ്ഞിരിക്കുമ്പോൾ പകരം ബദൽ ഒരുപാട് മാർഗ്ഗങ്ങൾ അവർ സ്വീകരിക്കുന്നു. മുമ്പ് ഞാൻ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഒരു ഹോളിവുഡ് സിനിമ. ആ ഹോളിവുഡ് സിനിമയിൽ കാണിക്കുന്നുണ്ട്, ഇപ്പോൾ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കാശായിട്ടല്ല അയക്കുന്നത്, ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് അയക്കുന്നത്. വാഹനത്തിൽ കയറ്റി ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുക, ചാരിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട്. അത് വിറ്റ് ആ കാശെടുത്താൽ പൈസയായി. അപ്പോൾ ഒരു ഷോപ്പൊക്കെ തുടങ്ങിയാൽ മതി. അങ്ങനെയുണ്ട്. ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് ദുരൂഹമായ ഒരുപാട് തിയറികൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറക്കുന്നുണ്ട്. പലതിനെയും ആളുകൾ സംശയത്തോടെ നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്കൊക്കെ ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കുന്നത് എങ്ങനെ ഈ കോളേജിന് ഇത്രയും വലിയ ഫണ്ട് വന്നു എന്നത് സംബന്ധിച്ച് ED അന്വേഷണം ആരംഭിച്ചു. ഒപ്പം ഇൻ്റലിജൻസ് ബ്യൂറോയും ഒരുപക്ഷെ NIA അന്വേഷണം കൂടി ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോളേജിന് 220 കോടി രൂപ നിയമവിധേയമല്ലാത്ത മാർഗത്തിൽ വന്നു. ഈ കൂണിയ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അത് കണ്ണൂർ സർവകലാശാലയുടെ കീഴിലാണ്. കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ച് 220 കോടി രൂപ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഫണ്ട് വന്നു. സർവകലാശാലയ്ക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലേ? തീർച്ചയായും സർവകലാശാല അനങ്ങുന്നേ ഇല്ല. അന്വേഷണങ്ങൾ നടത്തണ്ടേ? സർവകലാശാല VC എവിടെയാണെന്ന് അറിയില്ല. സർവകലാശാലയ്ക്ക് VC ഉണ്ടല്ലോ. അദ്ദേഹം സ്വാഭാവികമായൊന്നും വിളിച്ചെങ്കിലും ചോദിക്കണ്ടേ? അത് എന്താണ് നടപടികൾ? അത് ഇനി സർവകലാശാല VCയും ഇതിൻ്റെയൊക്കെ ഭാഗമാണോ എന്ന് ആരെങ്കിലും സംശയിക്കും. കാരണം ഇത്രയും വലിയ രാജ്യത്ത് ആദ്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്രയും വലിയ ഫണ്ട് വരുന്നത്, അത് സംബന്ധിച്ച് ഒരു നടപടി എടുക്കാനും സർവകലാശാല വൈസ് ചാൻസലർ തയ്യാറാവുന്നില്ല. സിൻഡിക്കേറ്റിൽ ആരും ചോദിക്കുന്നില്ല, സെനറ്റ് മെമ്പർമാർ ചോദിക്കുന്നില്ല. കണ്ണൂരാണ് സ്ഥലം എന്നതും കൂടി ഓർക്കണം, യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ ഇത് സംശയകരമാണ്. സർക്കാരൊന്നും പറയുന്നില്ല, പോലീസ് അന്വേഷിക്കുന്നില്ല, സർവകലാശാല അന്വേഷിക്കുന്നില്ല. ആകെ ED വന്നിട്ട് പോയി. ഇനി പിന്നാലെ ഇൻ്റലിജൻസ് ബ്യൂറോ അന്വേഷണം നടത്തി എന്ന് പറയുന്നു. ഒരു പക്ഷേ ഈ അക്കൗണ്ട്സുകളുടെ പരിശോധനയ്ക്ക് ശേഷം കള്ളപ്പണം വെളുപ്പിക്കലാണെന്നുണ്ടെങ്കിൽ അതിൽ കേസെടുത്തതിന് ശേഷം NIAയും വരുമെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വലിയ തോതിൽ സംഭാവന വരുന്ന ഇതൊക്കെ സംശയത്തോടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇതിനകത്തൊരു ഇവിടെ ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാളുണ്ട്, ഈ കോളേജിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ.
അയാൾക്ക് ജമായത്തുമായിട്ട് വളരെ അടുത്ത് നല്ല ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഇതിലെ ട്രസ്റ്റിമാരെല്ലാം ഷാർജയിലൊക്കെയാണ്. ഒരു കുണിയക്കാരനായ ഒരു നിസാറുണ്ട്. നിസാർ മാത്രമാണ് സ്ഥലത്തുള്ളത്. നിസാർ പറയുന്നത് ഇത് പലിശയില്ലാത്ത കടമായിട്ട് തന്നതാണെന്നാണ് പറയുന്നത്. 220 കോടി രൂപ. ഈ 220 കോടി രൂപ കടമായിട്ട് ആണെങ്കിൽ പോലും അത്രയും പണം വരുമ്പോൾ അത് പ്രോപ്പർ ചാനലിലല്ലേ വരേണ്ടത്. പ്രോപ്പർ ചാനലിൽ വന്നെങ്കിൽ കേന്ദ്രം എന്ത് ചെയ്തു എന്ന് ചോദ്യം വരാം. ചില ആളുകൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ ചോദിച്ചു, കേന്ദ്രം ചെയ്തു അതുകൊണ്ടാണ് ഇ ഡി പോയി പിടിച്ചത്, ബാക്കി പിന്നാലെ പണി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഒരു സ്ഥാപനം വളരെ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഏക്കർ കണക്കിന് സ്ഥലം മേടിക്കുന്നു, എന്നിട്ട് കൊട്ടാരങ്ങൾ പോലെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുന്നു, അത് പിന്നീട് കോളേജായിട്ട് മാറുന്നു. അവിടെ ഈ നാട്ടിലൊന്നും ഇല്ലാത്ത പുറത്തുനിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്നു, അവിടെ എന്തൊക്കെയോ ട്രെയിനിങ്ങുകളൊക്കെ നടക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നാട്ടുകാർക്ക് റോളില്ലേ? ഉണ്ടാവും. പക്ഷെ നാട്ടുകാരുടെ റോൾ ഉണ്ടാവണമെന്നില്ല കേട്ടോ. കാരണം അതിരിക്കുന്ന പ്രദേശം ചില പ്രത്യേക വിഭാഗക്കാരുടെ ആണെങ്കിൽ അവർക്ക് റോളൊന്നും ഉണ്ട്. അവർ ഇത് നടക്കട്ടെ എന്നേ വെക്കത്തുള്ളൂ. ഏതായാലും അവിടെയുള്ള സ്ഥലവാസികളിൽ പലർക്കും ഈ കോളേജിൻ്റെ വരവ്, അതിൻ്റെ പ്രവർത്തന രീതിയിലൊക്കെ ചില ദുരൂഹതകളുണ്ട് എന്ന് ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇ ഡി അന്വേഷണം ആരംഭിച്ചു, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ NIA-യും വന്നേക്കുമെന്ന് തോന്നുന്നു. കുണിയ കോളേജിൻ്റെ കാര്യത്തിൽ കുറച്ച് വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. കോളേജിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒരു കൃത്യമായൊരു മറുപടി വരേണ്ടിയിരുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും മൗനമാണ്. കണ്ണൂർ സർവകലാശാല എടുക്കുന്ന നിലപാട് അങ്ങേയറ്റം ഗുരുതരവും അപലപനീയവുമാണ്. കാരണം ഈ കോളേജിനോടൊരു വിശദീകരണം തേടി അതെന്താണ് സംഭവിച്ചതെന്ന്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ പലതവണ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇ ഡി റെയ്ഡ് നടത്തി ഇത്രയും വലിയ സാമ്പത്തിക ക്രമക്കേട് കണ്ടുപിടിക്കുന്നത്. 220 കോടി രൂപയാണ്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ 220 കോടി മാത്രമേ വന്നിട്ടുള്ളൂ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ കണ്ണൂർ കുണിയ കോളേജിനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഈ കോടാനുകോടിയുടെ ഫണ്ട് വരവ് അത്ര നിഷ്കളങ്കമാണെന്ന് കരുതാൻ പറ്റുന്നില്ല. കേന്ദ്ര അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.